ഇപ്പോൾ കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ബാബാ സാഹേബ് അംബേദ്കർ സമ്മാൻ മാർച്ച് എന്ന പേരിൽ 24-ാം തീയതി, അതായത് മറ്റന്നാൾ, എല്ലാ ജില്ലാ കളക്ട്രേറ്റുകൾക്ക് മുന്നിലേക്കും മാർച്ച് നടത്തി ജില്ലാ കളക്ടർക്ക് അമിത്ഷാ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം കൈമാറും. ഇരുപത്തിയാറ്, 27 തീയതികളിൽ മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിൻ്റെ 100ാമത് വാർഷികം ബെൽഗാമിൽ ആഘോഷിക്കുകയാണ്. 1924 ഡിസംബർ 26-ാം തീയതിയാണ് ബെൽഗാവിയിൽ ഒരു വർഷക്കാലത്തേക്ക് മഹാത്മാഗാന്ധി, അദ്ദേഹം ആ ഒരു പ്രാവശ്യം മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടായിരുന്നു പിന്നീട് ജവഹർലാൽ നെഹ്റു പ്രവർത്തിച്ചത്. അപ്പോൾ 1924 ഡിസംബർ 26-ന് മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായതിൻ്റെ 1ാം വാർഷികമാണ് 2024 ഡിസംബർ 26 എന്നുള്ളതുകൊണ്ട് 26-ന് എക്സ്റ്റൻഡഡ് വർക്കിംഗ് കമ്മിറ്റി, 27-ന് ജയ് ഭീം ജയ് സംവിധാൻ എന്ന പേരിൽ ഭരണഘടനാ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അതിമഹത്തായ റാലി കോൺഗ്രസ് ബെൽഗാവിൽ നടത്തുകയാണ്. ഈ റാലി ഞങ്ങൾ ഭരണഘടനയെയും ഭരണഘടനാ ശില്പികളെയും അപമാനിക്കുന്ന, ഭരണഘടനാ തത്വങ്ങളെ പാലിക്കാതെ ഭരണം മുന്നോട്ട് പോകുന്ന BJPയുടെ നയം തുറന്നു കാണിക്കുന്ന റാലിയായിരിക്കും 27-ാം തീയതി ബെൽഗാവിൽ നടക്കാൻ പോകുന്നത്. 26-ാം തീയതി കൂടുന്ന എക്സ്റ്റൻഡഡ് വർക്കിംഗ് കമ്മിറ്റി വരുന്ന ഒരു മാസക്കാലത്തേക്കുള്ള ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് മഹാനായ അംബേദ്കറിനെ അപമാനിച്ചതിനെതിരായിട്ടുള്ള രാജ്യവ്യാപകമായ ക്യാമ്പയിൻ, വില്ലേജുകളിൽ സമ്മേളനങ്ങൾ, ഗ്രാമാന്തരങ്ങളിൽ സമ്മേളനങ്ങൾ, സംസ്ഥാനങ്ങളിൽ റാലികൾ, ഈ സംബന്ധിച്ച് ബൃഹത്തായ പരിപാടി നമ്മൾ ആവിഷ്കരിക്കുകയാണ്. ജനുവരി 26 വരെ, റിപ്പബ്ലിക് ദിനം വരെ ആ പരിപാടി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ നിലനിൽപ്പ്. ഇന്നിപ്പോൾ എല്ലാ പ്രധാനമന്ത്രിയുടെയൊക്കെ പ്രസംഗം കേട്ട ഭരണഘടന, അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധ പരിപാടികൾക്കാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ വ്യക്തമാക്കിയത്. അസഹിഷ്ണുതയോടെയാണ് അമിത്ഷായുടെ പരാമർശം. അതിൽ ഖേദം പ്രകടിപ്പിക്കാൻ അമിത്ഷായോ BJPയോ തയ്യാറായില്ല. അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയത്. പുറത്ത് പറയുന്നതല്ല ഉള്ളിലിരിക്കുന്നത് എന്ന്